അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാനം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങൾ ഒന്ന്. അപ്പോൾ ആ വിമാന ദുരന്തം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു നിഗമനം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇന്ധനം ഓഫ് ചെയ്തത് എന്തിനാണ് എന്ന് പൈലറ്റ് കോ പൈലറ്റിനോട് ചോദിക്കുന്ന ഒരു സംഭാഷണം ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് തുടക്കം മുതൽ എല്ലാവരും ചോദിച്ചതാണ് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ. പക്ഷെ ഇപ്പോൾ കോ പൈലറ്റ് പറയുന്നത് ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും അതിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും അത് ചെയ്തില്ല എങ്കിൽ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും വിമാനം തകരാൻ അട്ടിമറി നടത്താൻ എന്തെങ്കിലും ഹ്യൂമൻ എററാണ് എന്നുള്ളൊരു വിവരം ഇപ്പോൾ എല്ലാ രീതിയിലും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും പ്രവർത്തിച്ചിരുന്നതായി നമ്മൾ അത്തരത്തിൽ അനുമാനിക്കണമോ? അതൊരു കാട് കയറിയ അനുമാനമായിരിക്കും. അതിനുള്ള സാധ്യത തീരെയില്ല. കാര്യം ഇത് ആ 2 പൈലറ്റുമാരിൽ ആർക്കോ പറ്റിയ ഒരു ഓർമ്മപ്പിശകാണ് ഈ അപകടം വരുത്തി വെച്ചത്. കാരണം ആ കോക്പിറ്റിൽ 2 പൈലറ്റുമാർ കയറി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അനുമതി ഇല്ലാതെ മറ്റാർക്കും കയറാൻ സാധിക്കില്ല. അപ്പോൾ ഈ 2 പൈലറ്റുമാർ ആ വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമേ അവർ ഈ പറയുന്ന വിമാനം റൺവേയിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പോഴവർ പരിശോധിച്ചിട്ടുണ്ടാവില്ലേ ഇത് ഓഫാണ്? അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ ഈ വിമാനത്തിൻ്റെ ഈ പറയുന്ന ഫ്യൂവൽ ഇൻഡിക്കേറ്റർ അതിൻ്റെ റൺ എന്ന് പറയുന്ന മോഡിൽ നിന്നും കട്ട് ഓഫ് എന്ന മോഡിലേക്ക് മാറി എന്നുള്ളതാണ് പറയുന്നത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അപ്പോൾ ഈ പറയുന്ന മുഖ്യ പൈലറ്റ് അയാളുടെ പേര് സുമീത് സബർവാൾ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അയാൾ സഹ പൈലറ്റ് ക്ലൈവ് കുന്ദറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന ഈ വിമാനത്തിൻ്റെ ഇന്ധനം അത് കട്ട് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ ചെയ്യോ ഞാനല്ല ചെയ്തതെന്ന് മറുപടിയും കൊടുക്കുന്നുണ്ട്. ഇതിൽ ആർക്കോ പറ്റിയ ഒരു ഓർമ്മപ്പിശകാണ് ഇത്. അങ്ങനെ ഓർമ്മപ്പിശക് പറ്റിയാൽ ഇത് സംബന്ധിച്ചുള്ള വിദഗ്ധർ പറയുന്നത് ഒരു സ്വബോധമുള്ള ഒരു പൈലറ്റ് ചെയ്യുന്ന പരിപാടിയല്ല ഇത്. കാരണം ഇത് ത്രസ്റ്റ് കൊടുക്കുന്ന ലിവറിൻ്റെ തൊട്ട് താഴെയാണ് ഈ പറയുന്ന ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ആ സൂചിക ഉള്ളത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റണമെങ്കിൽ ആ ലിവർ മേളിലോട്ട് പൊക്കി റണ്ണിൽ നിന്ന് ടേക്ക് ഓഫിൽ നിന്ന് റണ്ണിലേക്കും മാറ്റി ഇടാം. അതാണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് ലിവർ പിടിച്ച് മേലോട്ട് ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചാലേ ഇതിൻ്റെ ഈ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഓണും ഓഫും ആകുകയുള്ളൂ. അപ്പോൾ ഇതിൽ വന്ന ഒരു ഓർമ്മപ്പിശകായിരിക്കണം ഈ വിമാന അപകടം ഉണ്ടാക്കിയത് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. അത് ഏറ്റവും വലിയ നമുക്ക് ഈ അപകടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം ടേക്ക് ഓഫ് ചെയ്ത് 32ാമത്തെ സെക്കൻഡിൽ ഈ വിമാനം തകർന്നു. ഏതാണ്ട് ടേക്ക് ഓഫ് ചെയ്ത് 15ാമത്തെ സെക്കൻഡിലാണ് ഇവർ ഈ മെയ്ഡേ സന്ദേശം പുറപ്പെടുവിക്കുന്നത്. അതായത് ഈ വോയിസ് ഡാറ്റ റെക്കോർഡർ പരിശോധിക്കുമ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിലാണ് ഇയാളിത് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ആ ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇയാൾ ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വിമാനം തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ കിട്ടിയേക്കുന്ന ഈ സൂചിക, ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സൂചിക റൺ എന്ന് പറയുന്ന പൊസിഷനിലാണ്. അതായത് കട്ട് ഓഫ് എന്ന് പറയുന്നതിൽ നിന്ന് റണ്ണിലോട്ട് അവർ മാറ്റിയിരുന്നു. പക്ഷേ ഈ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ മാറ്റിയാൽ നേരത്തെ ഇവർക്ക് ഈ വിമാനത്തിൻ്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവരത് പൂർവ്വസ്ഥിതിയിലേക്കാക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു സംവിധാനം അനുസരിച്ച് പെട്ടെന്ന് തന്നെ ആ എൻജിൻ പ്രവർത്തനക്ഷമമാകേണ്ടതാണ്. പക്ഷേ അതിനുള്ളൊരു സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ 15 സെക്കൻഡ് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 15 സെക്കൻഡിനുള്ളിൽ മെയ്ഡേ സന്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ഇത് സംവിധാനങ്ങളൊക്കെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഇതിനു മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാകണം. പക്ഷേ 2 എഞ്ചിനും ഒരേ സമയം, അതെ 2 എഞ്ചിനും ഒരേ വിമാനത്തിൽ ഈ ഇന്ധനം കിട്ടിയാലല്ലേ എൻജിൻ പ്രവർത്തിക്കുകയുള്ളൂ. അതിൽ ഒരു പക്ഷി ഇടിച്ചുള്ള അപകടം ഉണ്ടായിട്ടില്ല, മറ്റ് സാങ്കേതിക പിഴവുകളില്ല. പക്ഷേ എൻജിനിലേക്ക് ഇന്ധനം എത്തിയില്ല, അതിൻ്റെ സ്വിച്ച് ഇവർ ഓഫ് ചെയ്ത് വെച്ചു. പക്ഷേ ആ പിഴവ് കണ്ടെത്തിയ ഉടനെ തന്നെ അവർ പരിഹരിച്ച് ശ്രമിച്ചെങ്കിലും ആ വിമാനത്തിൻ്റെ എൻജിൻ രണ്ടാമതൊന്ന് പ്രവർത്തിച്ച് വന്ന് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് വരാനായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ആവശ്യമായ ലിഫ്റ്റും ത്രസ്റ്റും കിട്ടാനായിട്ടുള്ള സമയം ഇവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് നമ്മൾ അനുമാനിക്കേണ്ടത് വിമാനം ഉയർന്നു പൊങ്ങുന്നതിന് മുൻപ് സംഭവിച്ച ഒരു ഓർമ്മപ്പിശകായിരിക്കുമോ ഇവരുടെ? വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഈ പ്രശ്നമില്ല. കാരണം ഈ വിമാനം റൺവേയിലേക്ക് വരുന്നതിനും ഈ ടാക്സി വേയിൽ നിന്ന് റൺവേയിലേക്ക് വരുന്ന ഏതാണ്ട് മിനിറ്റുകൾ നീടുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോഴും വിമാനത്തിൻ്റെ എൻജിൻ പ്രവർത്തിച്ചിട്ട് തന്നെയാണ് ഇത് മുമ്പോട്ട് തന്നെ പോവുക. അതിനുശേഷം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും വിമാനത്തിൻ്റെ എൻജിൻ പ്രവർത്തിച്ചു.
ടേക്ക് ഓഫ് ചെയ്ത് അതിൻ്റെ ആ ഘട്ടം എത്തിയപ്പോഴാണ് ഈ വിമാനത്തിൻ്റെ പവർ നഷ്ടപ്പെടുന്ന കാര്യം മെയിൻ പൈലറ്റിന് മനസ്സിലാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ ഇവിടെ എഞ്ചിൻ്റെ ആയിട്ടുള്ള ഫ്യുവൽ സപ്ലൈ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നു, ഇന്ധനം ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ അയാൾ പെട്ടെന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ സഹ പൈലറ്റ് ഞാൻ ചെയ്തിട്ടില്ല എന്ന മറുപടിയും കൊടുക്കുന്നു. അല്ല, അപ്പോഴെൻ്റെ സംശയം ഈ കട്ട് ഓഫിൽ കിടക്കുമ്പോൾ തന്നെ ഈ വിമാനം പറന്ന് പൊങ്ങുന്നതിന് കുഴപ്പമില്ല. അല്ല, വിമാനം പറന്നുയർന്നു കഴിഞ്ഞാണ്, അതായത് 625 അടിയാണ് മൊത്തം ഈ വിമാനം പറന്നുയർന്നത്. അതിൽ ഒരു പകുതിയോളം എത്തിയപ്പോൾ ഈ ആദ്യത്തെ ഒരു 15 സെക്കൻഡിനുള്ളിൽ ആ വിമാനം എത്രത്തോളം ഉയർന്നിട്ടുണ്ട് ആ സമയത്ത് വെച്ചാണ് ഇത് ഓഫാകുന്നത്. അല്ലാണ്ട് വിമാനം പറന്നുയരുന്നതിന് മുമ്പല്ല, ഉയർന്നു കഴിഞ്ഞിട്ട് ഇത് സാധനം ഓഫാകുന്നു. വീണ്ടും അത് പൂർവ്വസ്ഥിതി അത് ശരിയാക്കാൻ അയാൾ മെയിൻ പൈലറ്റ് ശ്രമിച്ച റൺ മോഡിലോട്ട് ആക്കുന്നു. അപ്പോൾ ഈ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഈ വിമാനത്തിൻ്റെ എൻജിൻ ഒന്ന് ഓഫായി ഒന്ന് ഓണായി വരാനുള്ള സമയം കിട്ടിയില്ല. മുൻപ് ഒരു 1980 കാലയളവിൽ ഇതേപോലൊരു അപകടം ഉണ്ടായിട്ട് ഒരു പൈലറ്റ് ഓർമ്മ പിശവ് കൊണ്ട് വിമാനത്തിൻ്റെ ഫ്യൂവൽ ഓഫ് ചെയ്ത് വെച്ചു. പക്ഷേ അത് ആകാശത്ത് വെച്ച് ആയതുകൊണ്ട് ആ പൈലറ്റിന് ആവശ്യത്തിന് സമയം കിട്ടി. ഈ എൻജിൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് വിമാനം സുരക്ഷിതമായി ഇറക്കാനായിട്ടുള്ള സമയം കിട്ടിയുള്ളത് കൊണ്ടാണ് അന്ന് ആ അപകടം ഒഴിവായത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ടേക്ക് ഓഫ് ചെയ്ത് 32ാമത്തെ സെക്കൻഡിൽ വിമാനം തകർന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പൈലറ്റും കോ പൈലറ്റും ഒരു ഇതിലല്ലേ ഇരിക്കുന്നത്? അവിടെ ഇരിക്കുമ്പോൾ ഇത് ഓഫ് ചെയ്യുന്നത് ഇയാൾക്ക് കാണാൻ കഴിയില്ലേ? അതല്ല, ഇത് ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഓർമ്മ പിശക് ആർക്കോ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടാകും. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് രണ്ട് പൈലറ്റിൽ ആരാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇനിയും ശാസ്ത്രീയ അന്വേഷണത്തിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ രണ്ട് പൈലറ്റുമാരിൽ ആർക്കോ ഒരാൾക്കും ചിലപ്പോൾ അമിത ആത്മവിശ്വാസമാകാം, ഇതെല്ലാം ഞാൻ സ്ഥിരം ചെയ്യുന്നതല്ലേ, അത് ഒരു ശ്രദ്ധക്കുറവ് പറ്റി. ഈ മുഖ്യ പൈലറ്റ് ഈ പറയുന്ന സുമീത് സബർവാൾ എന്ന് പറയുന്ന 8200 മണിക്കൂർ വിമാനം പറത്തിയ ഒരാളാണ്. മറ്റേ സഹ പൈലറ്റ് 1100 മണിക്കൂർ വിമാനം പറത്തിയ അനുഭവ സമ്പത്തുള്ള ആളാണ്. അപ്പോൾ ചെയ്ത് ശീലിക്കുമ്പോൾ ചില നിസ്സാര സംഗതികൾ വിട്ടുപോകുന്ന മനുഷ്യ സഹജമായ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്, പക്ഷേ അതിൻ്റെ ഇടയിൽ ചെറുതൊന്ന് വിട്ടുപോയി. ഇപ്പോൾ ധന്യ പാചകം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കറി വെക്കുന്നു, സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിൽ വിദഗ്ധയാണ്, പക്ഷേ ചില കറികൾക്ക് ഉപ്പ് ചേർക്കാനോ മുളക് ചേർക്കാനോ വിട്ടുപോകും. മനുഷ്യ സഹജമായി സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ഇതേ പ്രശ്നം തന്നെ ഈ പൈലറ്റുമാർക്കും ഉണ്ടായി. അവർ സ്ഥിരം ചെയ്തുകൊണ്ട് ഇത്രയും വലിയ അനുഭവ സമ്പത്തുണ്ട്, പക്ഷേ നിസ്സാരമായൊരു കാര്യം അവരിൽ ആർക്കോ ഒരു പിഴവ് സംഭവിച്ചു. അങ്ങനെ പറ്റിയ ഒരു സംഗതിയാണ് ഈ അപകടം. പക്ഷേ ഇപ്പോൾ ഇതിൽ ബോയിങ് അധികൃതർ പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്. അവരുടെ ഒരു നിലപാടനുസരിച്ച് ഒരു സ്വബോധമുള്ളൊരു പൈലറ്റ് ചെയ്യില്ല ഇങ്ങനെ. കാര്യം ഇത് അടിസ്ഥാന കാര്യമാണ്. ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യമാണിത്. ഇതൊക്കെ ചെയ്യാണ്ട് ഒരു പൈലറ്റ് ആകത്തു പോലും ഇല്ല. അപ്പോൾ ഇത്തരം ഒരു അടിസ്ഥാനപരമായ കാര്യത്തിലൊരു പിഴവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വബോധത്തോടെ ചെയ്തിട്ടുണ്ടാകുന്ന അല്ല, ഒരു സ്വബോധമുള്ള ഒരാൾ ചെയ്യുന്നൊരു പരിപാടിയല്ല. പക്ഷേ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു സംഗതി എന്തെന്നാൽ ഈ പൈലറ്റുമാർക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളല്ല. ഇവർ ജോലി സംബന്ധമായ ക്ഷീണം അനുഭവപ്പെടുന്ന, അതായത് ദീർഘനേരം ജോലി ചെയ്ത് ആലസ്യത്തിലോ ക്ഷീണത്തിലോ വന്നിട്ട് ജോലി ചെയ്തവരല്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. പക്ഷേ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത്, വിമാനത്തിൻ്റെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ചെയ്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായെന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാം. പക്ഷേ അതെങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷേ ഇപ്പോൾ ബോയിങ് അധികൃതർ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അവർ ഇതുവരെ ഈ അന്വേഷണവുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. തുടർന്നും ഈ കാര്യത്തിൽ എന്ത് ക്ലാരിറ്റി വരുത്താൻ, ഇനി അവരുടെ സാങ്കേതിക പിഴവ് കൊണ്ടായിട്ട് ഉണ്ടാകാമല്ലോ, ഇത് യന്ത്രഭാഗമാണല്ലോ, ഈ പറയുന്ന ഒരു ഫ്യൂൽ ഇൻഡിക്കേറ്റർ ചിലപ്പോൾ യാന്ത്രികമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയതാണെങ്കിലോ അപ്പോൾ ആ ഒരു സാധ്യതയെക്കുറിച്ച് ബോയിങ് അധികൃതർ ഏതുതരം അന്വേഷണവുമായിട്ട് സഹകരിക്കാമെന്ന് അവർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ CEO കെല്ലി ഓട്ട്ബർഗ് എന്ന് പറയുന്നതാണ് അയാളുടെ CEO. അയാളാണ് ഈ കാര്യം പറഞ്ഞത്. ഏതായാലും നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, UN-ൻ്റെ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ, ഇവരൊക്കെ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. 15 പേജുള്ള പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് വന്നത്. വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് വൈകാതെ തന്നെ എത്തും. അപ്പോഴേ നമ്മളിതിൻ്റെ ഒരു യഥാർത്ഥ കാരണത്തിൻ്റെ യഥാർത്ഥ വസ്തുതകൾ എന്തെന്നുള്ളത് നമുക്ക് വ്യക്തമാകത്തുള്ളൂ.